എനിക്ക് ആദ്യം പറയാൻ നിവിൻ പോളി എന്ന് വെച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണത്. അതുപോലെ തന്നെ മമിത ബൈജു എന്ത് രസമായിട്ടാണ് രണ്ടുപേരെ കോമ്പോ അടിപൊളി. ഗിരീഷ് ഷെഡി ഇവരുടെ കാസ്റ്റിംഗ് ഇവർ ചെയ്തതിൽ ഭയങ്കര. അതുപോലെ ഇവരുടെ കോ ആർട്ടിസ്റ്റായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും, ഡയറക്ഷൻ, പാട്ടുകൾ, അതുപോലെ എഡിറ്റിങ്, നമുക്ക് പടം കണ്ടിരിക്കുന്ന ഫീല് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നമുക്ക് ഓണം ഭയങ്കരമായിട്ട് ഫാമിലി എല്ലാ ഓണം പൊരിച്ചു. ഓണത്തിന് ഓണത്തിന് ക്രിസ്മസ് എന്ന് പോലെയാണ് കിട്ടുക പടം. സന്തോഷം. അപ്പൊ എല്ലാവർക്കും സിനിമ അടിപൊളിയാണ് ബ്രോ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇഷ്ടമായി, എന്റെ ഫ്രണ്ട്സിന് ഇഷ്ടമായി. എൻഗേജിങ് ആണ്, നല്ല നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിരിക്കുക 2.5 മണിക്കൂർ. ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയ ഫാനാ. പിന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ എന്റർടൈൻമെന്റ് കൂടുതൽ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിലെന്തായാലും കൊല്ലം തൂക്കണം, ഓണം എന്തായാലും തൂക്കിന്ന് ഉറപ്പാ, ഷുവറാ. അടിപൊളിയാ പടം, എന്തായാലും ഗ്യാരണ്ടി. എല്ലാ ടിക്കറ്റ് തീർക്കോ നല്ല പടം. ഫാമിലി ഓഡിയൻസിനും എല്ലാ യൂത്തിനും ഒക്കെ കയറി നിറങ്ങാൻ പറ്റിയ പടം. കുറച്ച് ഇരിക്കാൻ പറ്റി. നല്ലൊരു സിനിമയായിരുന്നു. ഓണത്തിന് ബെസ്റ്റ് സിനിമയാണ്. ഞാൻ ഓണസ്റ്റ്ലി പറഞ്ഞതല്ല, ബീങ് എ ഫിലിം ആസ്പിറന്റ് ഐ വിൽ സേ യു സംതിങ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി സ്ക്രിപ്റ്റഡ് ആണ്. പല ആൾക്കാർക്കും സർവമായാണ് OG നിവിൻ പോളിയുടെ ഒരു കംബാക്ക്. ബട്ട് ഫോർ മീ ഐ വിൽ സേ, ഫോർ മീ ദിസ് ഇസ് ദ ഫിലിം. ദിസ് എ കംപ്ലീറ്റ് ഫിലിം. നമുക്ക് ഭയങ്കര ഹീറോ മാസ് പരിവേഷം വേണ്ട, അല്ലെങ്കിൽ കോ ആക്ടേഴ്സ് എല്ലാവരും കൂടെ ഹീറോയിനെ ഭയങ്കരമായിട്ട് ഉയർത്തണം, ആ ഒരു സ്കീമില്ല. ഓൾസോ ദ ഫീമെയിൽ ലീഡ് ഒരുപാട് ഫെമിനിൻ ആവുമോ അല്ലെങ്കിൽ ഒരുപാട് ക്യൂട്ട്നെസ് വേണമെന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദ ഫീമെയിൽ ലീഡ് ആയാലും ദ മെയിൽ ലീഡ് ആയാലും ദേ വർ ടു ഗുഡ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആ സമയത്തും ഒരു ക്യാരക്ടർ റോൾസിനും ഒരു സൈഡ് റോൾസിനും ആരെയും താഴ്ത്താതെ എല്ലാവർക്കും അവരുടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാവരും വേർ ഇൻഡിവിജ്വലി ടു ഗുഡ്. ആൻഡ് ഓൾസോ ഐ വിൽ സേ, ഒരു റൈറ്ററും കൂടെ ഞാൻ പറയാം, ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ഇസ് ടു ഗുഡ്. ഒരു നിമിഷം പോലും ലാഗ് അടിപ്പിക്കാതെ, ഒരു നിമിഷം പോലും നമുക്ക് മടുപ്പിക്കാതെ, ഇത്രയ്ക്ക് കണ്ടിന്യൂഷനിൽ വന്ന് ഇത്രയ്ക്ക് എന്താ പറയുക ഇമോഷണൽ കണക്ട് കൊടുത്ത്, ചിലപ്പോൾ നമുക്ക് തിയേറ്റേഴ്സിൽ മാസ് പരിവേഷവും ഭയങ്കര ബിൽഡിംഗ് BGMസോ അല്ലെങ്കിൽ ഒരുപാട് ക്യാമിയോസോ ഒന്നും വേണ്ട. ഒരു സിമ്പിൾ പടം, ഒരു നിസ്സാരമായ ഒരു സിമ്പിൾ പടം മാത്രം മതി ടു മേക്ക് ദി ഓഡിയൻസ് എൻഗേജ് ആൻഡ് ഹാപ്പി. സോ ഐ വിൽ സേ ഡെഫിനറ്റ്ലി ദിസ് ആൻ ഓണം വിന്നർ. ആൻഡ് ഇത് തൂക്കി, ഓണം എന്തായാലും തൂക്കി. സോ ദാറ്റ്സ് വാട്ട് ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ്. പടം അടിപൊളിയാണ്. പക്ഷെ ഇങ്ങനത്തെ നിവിൻ പോളിയാണ് എല്ലാവരും ആഗ്രഹിക്കണം. ശരിക്കും ഇങ്ങനത്തെ ഒരു പടമാണ് വേണ്ടത്. കുറെ മാസം BGM ഒന്നും അല്ല പടത്തിൽ വേണ്ടതെന്നുള്ളത് ഈ പടം തെളിയിച്ചിട്ടുണ്ട്. കാരണം ഈ പടം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കണ വരെ നമുക്കൊരു ഫീലുണ്ട്, ഒരു പടം കാണുന്നുള്ളൊരു ഫീലുണ്ട്. ഒരു ലാഗും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ട് കാണാം, എൻജോയ് ചെയ്ത്. ആ നിവിൻ പോളിനെ കാണുന്നതിന്റെ ഒരു പോസിറ്റീവ് നമുക്ക് ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്. മ്യൂസിക് ആണെങ്കിലും പാട്ടാണെങ്കിലും മമിത ബൈജു നിവിൻ പോളി കോമ്പോ. ഇനി ഇവർ രണ്ടുപേരെ മാത്രമേ അത് നിർത്താൻ പറ്റില്ല. എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന എല്ലാവർക്കും നല്ലപോലെ റോള് കൊടുത്ത് ഒരു മടുപ്പും ഇല്ലാണ്ട് നമുക്ക് ബോറടിപ്പിക്കാണ്ട് ഫുള്ള് കാണാൻ പറ്റിയ നല്ല അടിപൊളി പടം. എന്തായാലും നിവിൻ പോളി കംബാക്ക് ഒന്നും ഞാൻ പറയില്ല, പക്ഷെ ഇത് തന്നെയാണ് പടം, ഒന്നും പറയില്ല. എനിക്ക് പടം വളരെ ഇഷ്ടപ്പെട്ട്. എന്താണോ ഈ ഒരു കോമ്പോയിൽ നിന്ന് പ്രതീക്ഷിച്ചത് അതിന് മേലെ വന്നു പടം. ഫസ്റ്റ് ഹാഫ് ആയാലും സെക്കൻഡ് ഹാഫ് ആയാലും മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് ആയിട്ട് ഹാപ്പി ആയിട്ട്, എന്താ കുറെ കോമഡീസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റിയൊരു പടം ഈ ഓണം ടൈമിൽ. ഫാമിലി ആയിട്ടോ അതാ യൂത്ത് ആയിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം. വളരെ സൂപ്പറായിട്ട് തോന്നുന്നു എനിക്ക്. അതെ, ഏജ് ഗ്യാപ്പ് ലവ് സ്റ്റോറിയാണ്, പക്ഷെ അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നിവിൻ പോളി മമിത ബൈജു അനൗൺസ് ചെയ്തപ്പോൾ തന്നെ സെയിം സ്റ്റോറി ആയിരിക്കും കുറെ പടത്തിൽ വന്നല്ലോ ഇപ്പോൾ ഒരു ഏജ് ഗ്യാപ്പ്. അപ്പൊ എങ്ങനെ പോകുന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത് സിനിമയിൽ കൺവിൻസിംഗ് ആണ്. അവർ നമ്മളുള്ള ഒരു ഏജ് ഗ്യാപ്പ് നമുക്ക് ഫീൽ ആവൂല ശരിക്കും. അതെ, അത് രണ്ടും വളരെ ഡിഫറൻസ് ഉണ്ട്. കാരണം മറ്റേതൊരു പണക്കാരുടെ സിനിമ, ഇത് വരുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മിഡിൽ ക്ലാസ് ആളുകളുടെ ഒരു കഥ. അത് മാത്രമല്ല രണ്ടിലും ക്യാരക്ടേഴ്സും ഡിഫറൻസ് ഉണ്ട്. മറ്റേലും അമിതാഭ് ബൈജു വരുമ്പോൾ ഓവറായിട്ട് ക്യൂട്ട്നെസ് വാരി വിതർന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്, സൂപ്പറായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതിൽ വരുമ്പോൾ സിമ്പിൾ ഒരു നാടൻ പെൺകുട്ടി. നിവിൻ പോളി ആയാലും ഒരു ഓം ശാന്തി ഓഷം എന്ന വൈബാണ്, ഒരു കോഴി തരം ചെയ്യുന്ന അങ്ങനത്തെ റോളല്ല. അന്ന് രണ്ടുപേരുടെ ക്യാരക്ടർ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ ഒരു കോംബോ ഒന്നിക്കുമ്പോൾ സിനിമയിൽ കുറെ ഹാപ്പനിങ്സ് ഉണ്ട്. സിനിമ നമുക്ക് വളരെ എൻജോയബിൾ ആയിട്ട് ഫീൽ ആവും. ആ ഒരു ഇതാണ് നമ്മളെ ക്ലൈമാക്സ് വരെ കാണാൻ തോന്നിപ്പിക്കുന്നതും. പിന്നെ നല്ലൊരു ഹാപ്പി എൻഡിങ്ങും ആണ് ക്ലൈമാക്സ്. മൊത്തത്തിൽ ഓണത്തിന് കാണാൻ പറ്റിയ നല്ലൊരു അനുഭവമായിട്ട് തോന്നുന്നു. നല്ലൊരു ഫിലിം, ഒരു ഫാമിലി ഫീൽ ഗുഡ് ഫിലിം. കണ്ടിറങ്ങിയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. നല്ലൊരു നിവിൻ ഓണം തൂക്കി എന്ന് പറയാം. ഒരു നല്ലൊരു മമിത നിവിൻ കോംബോ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉള്ള റൊമാൻസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ 100% ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടം തന്നെയാണ് ഈ ഓണത്തിന്. പടം നല്ലതാണ്.